ഹലോ ഫ്രണ്ട്സ്, ബാലിയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണിത്. ഞങ്ങളിന്ന് നൂസ പെനിഡയിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു രാവിലെ 7:30 ആയപ്പോൾ സെമിന്യാക്കിൽ സ്റ്റേ ഒക്കെ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ നേരെ സനൂർ പോർട്ടിലേക്ക് പോവുകയാണ്. സനൂർ പോർട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് നൂസാപ്പനിലേക്ക് പോകാനുള്ള ഫെറി ബുക്ക് ചെയ്തിട്ടുള്ളത്. സെമിന്യാക്കിൽ നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ എടുത്തു ഞങ്ങൾ സനൂർ പോർട്ടിലെത്താൻ. ചെന്ന ഉടനെ തന്നെ നല്ല വിശപ്പായതുകൊണ്ട് ഞങ്ങൾ കണ്ട ഒരു കടയിൽ കയറി ഒരു ക്യാപ്പിച്ചിനോയും സ്നേക്കൊരു ബക്മിയും എനിക്കൊരു അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. ഇന്തോനേഷ്യയിലെ ഒരു നൂഡിൽസ് ഡിഷാണ് ബക്മി. സ്നേഹക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സ്നേഹ അത് മുഴുവൻ കഴിച്ചു ചേർത്തു. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനത് ട്രൈ ചെയ്തില്ല. എനിക്കെന്തോ രാവിലെ നൂഡിൽസ് കഴിക്കാൻ തോന്നിയില്ല. ഞാൻ ഓർഡർ ചെയ്തത് അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആക്രമണം തുടങ്ങി. സനൂർ പോർട്ടിൽ നിന്ന് നൂസാപ്പനിലേക്ക് ഏതാണ്ട് 1 മണിക്കൂർ യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ വയറ് നിറച്ച് കഴിച്ചു. ആംഗൽ ഫാസ്റ്റ് ക്രൂയിസ് ബോട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഫെറിയൊക്കെ ബുക്ക് ചെയ്യുമ്പം ഒരിക്കലും ചീപ്പസ്റ്റ് ഫെറി ബുക്ക് ചെയ്യരുത്. നല്ല റേറ്റിംഗ് ഉള്ള ഫെറി വേണം ബുക്ക് ചെയ്യാൻ. ടൊൾഗോ വെബ്സൈറ്റ് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഫെറി ബുക്ക് ചെയ്തത്. രാവിലെ 10:30 ഞങ്ങളുടെ ഫെറിയുടെ സമയം. സാധാരണ ഫെറിയൊക്കെ ഡിലേ ആവാറുണ്ട്, പക്ഷേ ഞങ്ങളുടെ ഫെറി ഓൺ ടൈം ആയിരുന്നു. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ നൂസാപ്പനയുടെ ഐലൻഡ് എത്തി. പിന്നെ ഐലൻഡിൽ എത്തുമ്പോൾ നമ്മൾ എന്തായാലും കയ്യിൽ കാശ് കരുതിയിരിക്കണം. അവിടെ ഐലൻഡ് ടാക്സ് അടയ്ക്കണം. അത് നമുക്ക് കാർഡായിട്ടോ ഓൺലൈൻ പേയ്മെന്റോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഐലൻഡ്സിലൊന്നും ഗ്രാബ് ആപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോർട്ടിൽ കണ്ട ഒരു ഡ്രൈവറെ വിളിച്ച് നേരെ ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോയി. സൺസെറ്റ് ഹിൽ പെനിഡ എന്നായിരുന്നു ഞങ്ങളുടെ സ്റ്റേയുടെ പേര്. ശരിക്കും നല്ലൊരു കിടിലൻ സ്റ്റേ ആയിരുന്നു. വെറും 1500 രൂപ മാത്രമാണ് ആയത്. പക്ഷെ അവരുടെ ഫെസിലിറ്റിയൊക്കെ വളരെ സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അവിടെ തന്നെ നമുക്ക് സ്പാ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റെന്റ് സ്കൂട്ടി ഉണ്ടായിരുന്നു, പെട്രോൾ ഉണ്ടായിരുന്നു, എല്ലാ ഫെസിലിറ്റീസും ഉള്ള എന്നാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടെ നേരത്തെ എത്തിയോണ്ട് തന്നെ നമ്മുടെ ചെക്ക് ഇൻ ടൈം 2 മണിക്കായിരുന്നു. ഞങ്ങൾ ഏതാണ്ട് ഒരു 12:30 അവിടെ എത്തി. പിന്നെ ഒന്ന് സ്പാ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല കിടിലൻ റൂമായിരുന്നു. സ്പാ ഒക്കെ ചെയ്ത് തലേ ദിവസത്തെ ക്ഷീണമൊക്കെ മാറ്റിയ ശേഷം ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു സ്കൂട്ടി റെന്റിനെടുത്തു. നമ്മുടെ ഫസീനയൊക്കെ പോലത്തെ അവിടുത്തെ ഒരു വണ്ടിയാണ് സ്കൂബി എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങൾ റെന്റിനെടുത്ത സ്കൂട്ടി. പിന്നെ റെന്റ് സ്കൂട്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ സ്കൂട്ടിയുടെ മുഴുവൻ വീഡിയോയും എടുത്തു വെച്ചിരിക്കുക. കാരണം അവർ പിന്നീട് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സേഫ്റ്റിക്ക് എടുത്തു വെച്ചിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മളൊരു സ്പാ ഒക്കെ ചെയ്ത് ഇന്ന് നൂസാപ്പനിടയിൽ കറങ്ങാൻ പോവുകയാണ്. കെലിക്കിൻ ബീച്ച്, ബ്രോക്കൺ ബീച്ച്, അവിടെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ കെലിക്കും ബീച്ചിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ ഫ്രം ഫുഡി ഫ്രണ്ട്സ്.